ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം കുക്കിങ്ങൊക്കെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ. കൃത്യമായിട്ട് അളവുകൾ ഞാനിതിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഇഡലി തയ്യാറാക്കുമ്പം ചെയ്യേണ്ട കുറച്ച് ടിപ്സും ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇഡലി ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം. മറ്റേ പാത്രത്തിലേക്ക് 2 കപ്പ് ഇഡലി റൈസ് ഇട്ട് കൊടുക്കാം. ഡൊപ്പേരി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അരിയാണ് കേട്ടോ ഇഡലി റൈസ്. 2 കപ്പാണ്. 1/2 കപ്പ് ഉഴുന്നിന് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ അരിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കഴുകിയെടുക്കണം. ആദ്യം ഉഴുന്നൊന്ന് കഴുകിയെടുക്കാം. ഉഴുന്ന് നമ്മൾ കുറേ അധികം ഉലച്ച് കഴുകരുത്. 2 പ്രാവശ്യം മാത്രം ഉഴുന്നൊന്ന് കഴുകിയെടുത്താൽ മതി. അരി കഴുകാൻ നേരത്ത് അതിൻ്റെ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് വെള്ളമായി അതൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒരു 3-4 പ്രാവശ്യം നമുക്ക് അരി കഴുകാം. അതിനുശേഷം നിറയെ വെള്ളമൊഴിച്ച് ഒരു 5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കിതൊരു 5 മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 5 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം. ഞാനിത് ഒറ്റ പ്രാവശ്യമായിട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഉഴുന്ന് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി നമുക്ക് ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഉഴുന്ന് കുതിർത്ത വെള്ളം നമ്മൾ ഈ ഒരു മാവ് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് കളയണ്ട. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് കുതിർത്ത 1 കപ്പ് വെള്ളമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പകുതിയോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരച്ചതിന് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ തരിയൊന്നുമില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്നരയ്ക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇനി നമ്മൾ ഇതേ ജാറിലേക്ക് തന്നെ പച്ചരിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചരിയും ഒറ്റ പ്രാവശ്യം തന്നെയാണ് അരച്ചെടുക്കുന്നത്. 2 കപ്പല്ലേ ഉള്ളൂ. അപ്പം പച്ചരി കുതിർത്ത വെള്ളം നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഉഴുന്ന് കുതിർത്ത വെള്ളം മാത്രമാണ് നമ്മൾ അരയ്ക്കാനെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളെടുത്ത 1 കപ്പിൽ 1/2 കപ്പ് ബാക്കി ഉണ്ടായിരുന്നു. ആദ്യം അത് ഒഴിച്ചു കൊടുത്തു. പിന്നീട് 1 കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനോടെ ഒഴിക്കുന്നില്ല, ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു അരിയും നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരി അരച്ചതിന് നേരത്തെ ഉഴുന്ന് അരച്ചതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ അരി അരയ്ക്കാൻ നേരത്ത് 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത് കേട്ടോ. നമ്മൾ ഉഴുന്ന് അരച്ചതിൽ ഒരു 1/2 കപ്പ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം എടുത്തു. അതല്ലാണ്ട് 1 കപ്പ് എടുത്തതിൽ പകുതിയാണ് എടുത്തത്. അപ്പം അരി അരയ്ക്കാൻ 1 കപ്പ് വെള്ളം, ഉഴുന്ന് അരയ്ക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഉഴുന്നും അരി അരച്ചതും കൂടി നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇതുപോലെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 8-10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഓവർനൈറ്റാണ് വയ്ക്കുന്നത്. നാളെ മോർണിംഗിൽ നമുക്ക് ഇഡലി തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇത് പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂണോളം ഉപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇഡലി വേവിച്ചെടുക്കാനായിട്ട് ആദ്യം ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കണം. ആ വെള്ളം തിളച്ച ശേഷമാണ് നമ്മൾ ഇഡലി തട്ട് ഇറക്കി വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നത്. അപ്പം വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഡലി തട്ടിൽ കുറച്ച് നല്ലെണ്ണയോ ബട്ടറോ ഒന്ന് തടവിയിട്ട് ആ തട്ടും കൂടി ആ ഒരു ഇഡലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. 10 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇഡലി തട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇഡലി തട്ടിൽ നിന്ന് നമുക്ക് ഇഡലി വിടിയിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതിങ്ങനെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ വിടിയിച്ചെടുക്കാം. നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ തട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് നമ്മളിതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് മാവ് നമ്മുടെ ഇഡലി തട്ടിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് തട്ട് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം വേണം ഇതുപോലെ ഇഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അടച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. നമ്മുടെ ഇഡലിയൊക്കെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇഡലി തട്ട് പുറത്തെടുത്ത് വയ്ക്കാം.
നമ്മൾ ആദ്യം തന്നെ തട്ട് ചൂടാക്കിയിട്ടാണ് അതിൽ മാവ് ഒഴിച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണമെന്നൊന്നുമില്ല. പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ ഇഡലി തട്ടിൽ നമുക്ക് ഇഡലി വിടിയിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. എങ്കിലും ഇഡലി തട്ടിലേക്ക് ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ടൊരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇഡലി തട്ടിൽ നിന്ന് അത് വിടിയിച്ചെടുക്കാൻ പറ്റും. ആ ഒരു തട്ടിൻ്റെ ചൂട് കൊണ്ട് ഇഡലി ഹാർഡാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ചൂടോടുകൂടി തന്നെയാണ് ആ ഇഡലി ഞാൻ വിടിയിച്ചെടുക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡലിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.